ഇന്നലെ രേണുവിന്റെ ഒരു ആരാത് എനിക്കറിയില്ല എന്ന് പറയുമ്പോ അതിന്റെ അടിയിൽ ഇട്ടിട്ടുണ്ട്, ഒരു പ്രോഗ്രാമിന്റെ നോട്ടീസിനകത്ത് ഇട്ടിട്ടുണ്ട്, വീണ സുധി എന്നും പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട്. ഒരാള് ഇട്ടിട്ടുണ്ട് ഒരു നോട്ടീസ്, അതായത് ഒരു പ്രോഗ്രാമിന്റെ നോട്ടീസിനകത്ത് വീണ സുധി, കൊല്ലം സുധി നയിക്കുന്ന മെഗാ ഷോ. അപ്പൊ വീണ, ഞാൻ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിലെ മറ്റേ മ്യൂസിക്കാണ് ശ്രദ്ധിച്ചേട്ടാ. പ്രഭാസിന്റെ മറ്റൊരു സിനിമയില്ല, ആ സിനിമയിലെ മ്യൂസിക്കാണ്, BGM, ആ സാധനമാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടത്. എല്ലാവർക്കും നമസ്കാരം. രേണു സുധി, വീണ സുധി, കൊല്ലം സുധി, ഇങ്ങനെ ഒരു നീണ്ട നിരയിൽ വിഷയം ഇപ്പൊ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഒരു വ്യക്തി ജീവിച്ചിരുന്ന സമയത്ത് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. മരിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ പേരിൽ ഒരുപാട് കോൺട്രവേഴ്സിക്ക് പിന്നാലെ ഭാര്യമാര് വരെ രംഗത്ത് വരുന്ന ഒരു കഥയാണ് ഇപ്പൊ കാണാൻ സാധിച്ചുകൊണ്ടിരിക്കുന്നത്. സീരിയസ്ലി പറയാം, ഞാൻ ഇങ്ങനെ കിളി പറന്നിരിക്കുകയാണ്. ഇപ്പൊ വീണ സുധി എന്ന് പറയുന്ന ആ ലേഡി 2 ദിവസം മുന്നേ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ അതും വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാൽ വീണ സുധി വീണ്ടും രംഗത്ത് വന്നിട്ടുണ്ട് വേറെ കുറച്ച് അധികം കാര്യങ്ങളുമായിട്ട്. അതിന്റെ ഇടയിൽ ഞാൻ ആലോചിക്കുന്നത്, ആദ്യം ഒരു സ്ത്രീയെ സുധി കല്യാണം കഴിച്ചു, അവര് സ്വയം ജീവനൊടുക്കി. അതിന്റെ റീസൺ എന്താണെന്ന് ഒരു പിടിയുമില്ല. അടുത്ത രണ്ടാമതാണ് ഈ വീണ സുധിയെ കല്യാണം കഴിക്കുന്നത്, മൂന്നാമത് രേണു സുധി. എന്നാൽ രേണു സുധിയുടെ അടുത്ത് വീണ സുധിയെ പറ്റി ചോദിക്കുമ്പോൾ രേണു സുധിക്ക് വീണ സുധി അറിയത്തില്ല. രേണു സുധിക്ക് ആകെ അറിയാന്നുള്ളത് ആദ്യത്തെ ആ സ്വയം ജീവൻ ഒടുക്കിയ ടീമിനെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു കുരുട്ടു ബുദ്ധിയിൽ തോന്നിയ കാര്യമാണ്. ഇനി വീണ സുധിയെ അറിയാമെന്നും പറഞ്ഞ് അങ്ങനെ ഒരു ആള് നിലവിലുണ്ടായിരുന്നു എന്നും പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ ഇനി കിട്ടാൻ പോകുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ക്രെഡിറ്റ് ഷെയർ പോകുമോ എന്ന് ചിന്തിച്ചിട്ടാവാം ഒരു പക്ഷെ, അറിയില്ല. എന്തുകൊണ്ടാണ് രേണുവിന് വീണയെ അറിഞ്ഞിട്ട് അറിയില്ല എന്ന് പറയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി വീണ പറയുന്നതെല്ലാം വാസ്തവമാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും വീണയെ കുറിച്ചിട്ട് രേണുവിന്റെ അടുത്ത് ചോദിക്കുമ്പോ രേണു പറയുന്ന കണ്ടുനോക്കാം. അതായത് രേണു, ഞാൻ പറയുന്നത് വെച്ചാൽ അവര് രേണുവിന്റെ അല്ല കിച്ചുവിന്റെ അമ്മ അല്ലാതെ അതിനുശേഷം കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു. ലീഗലി കല്യാണം കഴിച്ചതാണ്. ഒരു മാരേജ് സർട്ടിഫിക്കറ്റ് അല്ല, ഇന്റർവ്യൂ ചെയ്തവർ പറയുന്നുണ്ട്. എനിക്ക് അതിൽ കൂടുതൽ ഡീറ്റെയിൽ അറിയില്ല. ആരാ എന്താണെന്ന് അറിയാതെ ഞാൻ രേണുവിന് അങ്ങനെ ഒരു വീണ സുധി അറിയത്തില്ല. എന്നാൽ വീണ സുധിക്ക് നല്ലോണം രേണുവിനെ അറിയാം. പണ്ട് ഫേസ്ബുക്കിൽ കോൾ ചെയ്തതും ഫേസ്ബുക്കിൽ വിളിച്ചതും അന്ന് ദേവുദേവികയിൽ നിന്നായിരുന്നു രേണു സുധിയുടെ അക്കൗണ്ടിന്റെ പേര് എന്നൊക്കെ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഡിവോഴ്സ് ആയ കോടതിയുണ്ട്, അമ്പലമുണ്ട്, ഡിവോഴ്സ് ആയല്ല, കല്യാണം കഴിച്ചു, അങ്ങനെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അവരുടെ കയ്യിൽ തെളിവ് സഹിതം ഉണ്ടെന്നാണ് പറയുന്നത്. ഇന്നും അവർ തെളിവ് പുറത്തു വിട്ടിട്ടില്ല. ഉണ്ടെന്നേ പറയുന്നുള്ളൂ. എന്റെ കയ്യിലും തേങ്ങ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. തേങ്ങ എടുത്ത് ഞാൻ കാണിക്കണം, എങ്കിലും എന്റെ കയ്യിലുള്ള തേങ്ങ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ, അത്രേ ഉള്ളൂ. അതുപോലെ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ട് ആര്, ഈ വീണ സുധി എന്ന് പറയുന്ന ലേഡി, എന്റെ കയ്യിലുണ്ടെന്ന്. ഇത് അത്യാവശ്യം ഒന്ന് പുറത്ത് വിടുക. നിങ്ങളുടെ അഡ്രസ്സും ഒന്നും കാണിക്കണ്ട, ജസ്റ്റ് ഈ സാധനം ഉണ്ടെന്നെങ്കിലും ഒന്ന് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ബ്ലർ ചെയ്തിട്ട് മതി. അതിന്റെ കാര്യങ്ങളെങ്കിലും ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ബെറ്ററാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾ വന്ന് പറയുന്ന ആരോപണങ്ങൾ സത്യമാണോ കള്ളമാണോ എന്ന് അറിയില്ല. പക്ഷെ പറയുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ, അവർ പറഞ്ഞ കാര്യങ്ങളും അന്ന് സംഭവിച്ച കഥകളൊക്കെ വെച്ച് കേൾക്കുമ്പോൾ സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിട്ടാണ് തോന്നുന്നത്. എന്തായാലും അവര് പറഞ്ഞു തുടങ്ങിയാട്ടെ. എന്റെ ചില ഫ്രണ്ട്സ്, ഞാൻ ആർട്ടിസ്റ്റ് ലെവലിൽ നിൽക്കുന്ന ഒരാളാണ്. അപ്പം എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചില ഫ്രണ്ട്സ് ഇവരുമായിട്ടൊരു ഷൂട്ടിൽ ഏർപ്പെടുകയും, അപ്പൊ എന്റെ സുധിച്ചേട്ടന്റെ ഈ മാരേജ് കഴിഞ്ഞ കാര്യമൊക്കെ ഈ ഫ്രണ്ട്സിനൊക്കെ അറിയായിരുന്നു. അപ്പൊ അവരത് ചോദിച്ചു, രേണു ഇത് എനിക്ക് വീണെ അറിയോ, എന്റെ നാട്ടുകാരിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്കറിയാം. അപ്പൊ ഇവര് ക്യാഷ്വലായിട്ട് പറയുമല്ലോ, സുധിച്ചേട്ടന്റെ സെക്കൻഡ് വൈഫ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ ഇവർ പറഞ്ഞു സുധിച്ചേട്ടന്റെ സെക്കൻഡ് വൈഫ് ഒന്നുമല്ല, ഇതുപോലെ അവർ ലിങ്ക്ഡ് സെറ്റപ്പിൽ ജീവിച്ചുകൊണ്ടിരിക്കുവായിരുന്നു 1 വർഷക്കാലം. പിന്നെ അതായത് എന്നെ ഒഴിവാക്കാൻ, പുള്ളിക്കാരൻ എന്നെ ഒഴിവാക്കാൻ പല രീതിയിലും ശ്രമിച്ചു. പക്ഷേ എന്നെ ഒഴിവാക്കി വിട്ട് അങ്ങനെ ഒരു ടോപ്പിക്ക് അതിൽ വന്നു. അപ്പൊ ഞാൻ ഈ രേണുവിന് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഒരാൾ പറഞ്ഞു, ഞാൻ എന്റെ അമ്മയായിട്ട് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് ഫാമിലിയിൽ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തു പറഞ്ഞു, പോട്ടെ, നീ അതിന്റെ പിന്നാലെ നീ നടന്ന നിനക്കും കൂടി നാണക്കേടാണ്, അതുകൊണ്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് അങ്ങനെ കളഞ്ഞു. പിന്നെ വേറെ ഈ അടുത്ത സമയത്ത് 100 നാൾ ഇവരൊരു നാടകത്തിന് പോയി, നാടകത്തിന് സമ്മതിക്കും. അപ്പൊ നാടകത്തിന് ചെന്നപ്പം അവിടുത്തെ ഒരു വീട്ടിൽ ഈ പുള്ളിക്കാരത്തെ കൊണ്ടിരുത്തിക്കുവായിരുന്നു, ഈ നാടകത്തിൽ ആർട്ടിസ്റ്റുകളൊക്കെ കൊണ്ടിരുത്തിയപ്പോഴത്തേനും അവിടെയും ഒരു ബോയിയാണ്, ഒരു ചേട്ടനോ ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പം ആ ചേട്ടനോടും ഇതേ സംസാരം തന്നെയാണ് സംസാരിച്ചത്. പക്ഷേ പുള്ളിക്കാരത്തോട് ആ ചേട്ടൻ ചൂടായി. പറഞ്ഞ് അത് അച്ഛനെ കുറിച്ച് കൂടുതൽ എന്നെ വീട്ടിൽ വിളിക്കുന്ന അച്ഛനാണേ, അപ്പൊ കൂടുതൽ സംസാരിക്കുന്നു വേണ്ട, ഞങ്ങൾക്കറിയാം എന്ന് പറഞ്ഞു. അപ്പൊ ഇവള് ദേഷിക്കുകയൊക്കെ ചെയ്തു പുള്ളിയോട്. അപ്പൊ പുള്ളി എന്തെങ്കിലും ദേഷ്യവളോട്, അത് കൂടുതൽ അച്ഛനെ കുറിച്ച് സംസാരിക്കുന്നു വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ 1-2 വ്യക്തികൾ ചിലപ്പോൾ ഇവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ചിലപ്പോൾ 1-2 ആളോടായിരിക്കും പറഞ്ഞത്. പക്ഷേ ഇത് ഫുള്ള് കവറിംഗ് ആയി. അപ്പൊ എന്റെ കൂടെ പ്രോഗ്രാം ചെയ്യുന്നവരൊക്കെ ചോദിക്കുമായിരുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടല്ലോ, അത് ഉള്ളതാണോ? അപ്പൊ നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? അത് ഞങ്ങൾ ഇങ്ങനെ വേറെ ആൾ വരി ഇങ്ങനെ അറിഞ്ഞു. ചിലപ്പോൾ 2 പേരോടോ 3 പേരോടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രേണുവിനെ എനിക്ക് വിളിക്കാൻ നമ്പർ ഇല്ലായിരുന്നു. ഞാൻ സുധിച്ചേട്ടന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്. അപ്പൊ സുധിച്ചേട്ടന്റെ ഫോണിലേക്ക് ഞാൻ വിളിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പറയുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ ഓൾമോസ്റ്റ് ഒരാളുടെ ഫോൺ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുധിച്ചേട്ടന്റെ ഫോൺ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കേട്ടിട്ടാണ് ഞാൻ സുധിച്ചേട്ടന്റെ ഫോണിലേക്ക് വിളിക്കുന്നത്. ഓക്കെ, ഇത് വിവി ഹിയറിൽ വന്നിട്ടുള്ള ഒരു വോയിസ് ആണ്. ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
രേണുവിന് ഇവരറിയാം, വ്യക്തമായിട്ട് അറിയാം. പക്ഷെ രേണു എല്ലാവരുടെ പറയുന്നത് ഇവര് തമ്മിൽ മറ്റേതായിരുന്നു, ഏത് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് സെറ്റപ്പ് ആയിരുന്നു, കല്യാണമൊന്നും കഴിച്ചിട്ടില്ലെന്ന്. ഒരു പക്ഷേ ഇവർ കല്യാണം കഴിച്ചിട്ടുണ്ട്, രേണു ഇങ്ങനെ പറഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒറ്റ റീസൺ എനിക്ക് തോന്നുന്നത് സുധിയുടെ ഇൻഷുറൻസ് തുക വരുമ്പോൾ അതിന്റെ ഷെയർ ഇവർക്ക് പോകുമോ എന്നുള്ളൊരു പേടി കൊണ്ടാവണം. മേ ബി, അറിയത്തില്ല. ആ ഒരു പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. അല്ലാത്ത പക്ഷം ഇവര് സുധിയുടെ സെക്കൻഡ് വൈഫ് ആയിരുന്നെങ്കിൽ രേണുവിന് എന്താണ് അത് പറഞ്ഞു കഴിഞ്ഞാലുള്ള നഷ്ടം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് മാത്രമല്ല, അവര് സുധിയുമായിട്ട് ഡിവോഴ്സ് ആയതിനു ശേഷം അവരിപ്പോ വേറെ കുടുംബ ജീവിതത്തിൽ അടിപൊളി സന്തോഷമായിട്ട് പോകുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ലിവിങ് ടുഗദർ ആയിരുന്നു എന്ന് പറയുന്നതെന്നാണ് എൻ്റെ ഒരു ചോദ്യം. അതിന്റെ റീസൺ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇൻഷുറൻസ് തുക വന്നു കഴിഞ്ഞാൽ അതിന്റെ ഷെയർ ഈ ലേഡിക്ക് പോകുമോ എന്നുള്ളൊരു പേടിയായിരിക്കും. അങ്ങനെയൊന്നും പോകത്തില്ല. നിയമപരമായിട്ട് വേർപിരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഇൻഷുറൻസ് തുക മൊത്തം രേണുവിന് തന്നെ. അതിലൊന്നും സങ്കടപ്പെടണ്ട, അങ്ങനെയൊന്നും വിചാരിക്കരുത്. അറിയാമെങ്കിൽ അറിയാമെന്ന് പറ, അറിഞ്ഞൂടെങ്കിൽ അത് അറിഞ്ഞൂടെന്ന് പറ. ഇവര് പറയുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ രേണുവിന് അറിയാം എന്നുള്ള രീതിയിലാണ്. ഇതിന് ജെന്യൂനായിട്ടുള്ള ഒരു ഉത്തരം രേണു തന്നെയാണ് പറയേണ്ടത്. ഉരുണ്ട് കളിക്കേണ്ട കാര്യമില്ല. സത്യം എന്നാലും ജയിക്കും. എത്ര ഉരുണ്ട് കളിച്ചാലും, അത് ആരൊക്കെ കളിച്ചാലും, യാവനൊക്കെ കളിച്ചാലും അത് വേറെ ചിലവന്മാർക്കിട്ടുള്ള താങ്കൾ അത് മനസ്സിലാവേണ്ടേ കാണൂല, കണ്ടാ മനസ്സിലാവും. 64 നമ്പർ ലാസ്റ്റ്, ആ നമ്പറിലേക്കാൾ 04 നമ്പർ, ആ നമ്പറിലേക്കാണ് വിളിക്കുന്നത്. ആ നമ്പറിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ്. അങ്ങനെ ഞാൻ രേണുവിന്റെ അക്കൗണ്ടിൽ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ഇട്ടു. രേണു, നീ കാണിക്കുന്നത് ശരിയല്ല. ഞാൻ ഇതുവരെയായിട്ടും നിനക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടില്ല. നിനക്കെന്നല്ല, ഞാൻ ആർക്കും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് നീ കാണിക്കുന്നത് വളരെ മോശമാണ്. ഞാനും ഫീൽഡിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഇതിപ്പോ നിർത്തിക്കോ എന്ന് ഞാൻ ഒരു മെസ്സേജ് അയച്ചു. വോയിസ് മെസ്സേജ് തന്നെയാണ് അയച്ചിരിക്കുന്നത്. ഇല്ല, ആ മെസ്സേജ് നോക്കണം, ഉണ്ടോ നോക്കണം. ഓക്കെ, പണ്ട് അയച്ച മെസ്സേജ് ആണ് അങ്ങനെ ഇങ്ങനെയൊക്കെ അയച്ചെന്ന് പറയുന്നത്. അതിന്റെ സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ നോക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, മേ ബി, അറിയത്തില്ല. ഇനി ഇവര് പറയുന്നത് പച്ചക്കള്ളമാണെങ്കിൽ അത് രേണു തെളിയിക്കണം. തെളിയിച്ചാൽ പറ്റത്തുള്ളൂ. ഇങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റത്തില്ല. അങ്ങനെ ഒരു കള്ള ആരോപണമായിട്ട് ഒരു സ്ത്രീ മുന്നോട്ട് വന്നെങ്കിൽ അത് തെളിയിക്കണം. അതുപോലെ ഈ സ്ത്രീയുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതും ഉറപ്പായിട്ട് പബ്ലിഷ് ചെയ്യണം. അല്ലാത്ത പക്ഷെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കരുതായിരുന്നു. ഇതിപ്പോ നിങ്ങളുടെ സമ്മതത്തോടു കൂടിയാണ് ഈ വോയിസ് പുറത്തു വിടുന്നതെന്നും വിവി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. ആ സ്ഥിതിക്ക് നിങ്ങൾ തെളിവുകൾ സഹിതം നിരത്തി വേണം സംസാരിക്കാൻ. അല്ലാണ്ട് ചുമ്മാ വായി തോന്നിയത് പോലെ ഇരുന്ന് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഞാനൊരു വിഷയം ഒന്ന് പറയുകയാണ്, എന്റെ കയ്യിൽ ഞാൻ എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ പേപ്പറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കാണിച്ച് വീഡിയോ ചെയ്യുക. അല്ലാത്ത പക്ഷം ഞാൻ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ടോ ഇല്ലേ എന്ന് കാണുന്ന ജനങ്ങൾക്ക് ഉറപ്പുവരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ജസ്റ്റ് ബ്ലർ ചെയ്തിട്ടെങ്കിലും ആ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കാണിക്കേണ്ടതായിരുന്നു. ഇതിനകത്ത് രേണു ഈ ഒരു വിഷയത്തിൽ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. രേണു പറയുന്നത് എന്റെ അറിവിൽ സുധിച്ചേട്ടന് ഒരു ഭാര്യയേ ഉള്ളൂ, ആ ഒരു വ്യക്തി മരിച്ചുപോയി, ആത്മഹത്യ ചെയ്തതാണ് എന്ന്. ഞാൻ ചോദിക്കട്ടെ, സുധിയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട്. എനിക്ക് ആ മോനെ ഇതിനകത്തോട് വലിച്ചിടാൻ താല്പര്യമില്ല. സുധിയുടെ മകൻ ജീവിച്ചിരിപ്പുണ്ട്, ചേട്ടൻ ജീവിച്ചിരിപ്പുണ്ട്, ചേട്ടത്തി ജീവിച്ചിരിപ്പുണ്ട്, അങ്ങനെ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. എന്തുകൊണ്ട് അവരാരും ഈ ഇത്ര വലിയൊരു വിവാദം വന്നിട്ട് റെസ്പോണ്ട് ചെയ്തില്ല? എന്റെ ചോദ്യത്തിനുള്ള മറുപടി നിങ്ങൾ തരണം. അല്ല, 4 വയസ്സല്ല, 4ാം ക്ലാസ്സിൽ പഠിക്കുമായിരുന്നു. ഞങ്ങളൊരു 4 വർഷം, 1 വർഷം ഞങ്ങൾ പിണങ്ങി നിന്നു. ആ പിണങ്ങി നിന്ന ആ സമയത്ത് തന്നെ നമ്മൾ ഡിവോഴ്സ് ആയി. നമ്മൾ പിന്നെ പോയിട്ടില്ല. ഈ മാരേജ് സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടല്ലോ, എല്ലാ സാധനങ്ങളും കയ്യിലുണ്ട്. അമ്പലം വരെ. ഞാൻ ചോദിക്കട്ടെ, ഡീറ്റെയിൽസ് എല്ലാം കാണിക്കാനായിട്ട് തയ്യാറാണോ? എന്നെ സംബന്ധിച്ച് അവർക്ക് മെന്റലി എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പൊ നമ്മുടെ ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽസ് പബ്ലിക്കിന്റെ മുന്നിൽ കാണിക്കാനായിട്ട് തയ്യാറാണോ? ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം, ഞാൻ അതാണ് ആദ്യം തന്നെ പറഞ്ഞത്. എനിക്ക് സുധിയുടെ 2ാം ഭാര്യ എന്ന സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കടിപിടി കൂടുന്നില്ല. അല്ല, പക്ഷെ നമ്മൾ ആ സ്ഥാനത്തിന് വേണ്ടിയിട്ടല്ല, ഈ പറയുന്ന നിലവിലെ ഭാര്യ ആയിട്ടുള്ള രേണു അറിയാവുന്നവർക്ക് അറിയാലോ. എന്റെ കയ്യിൽ എല്ലാ സാധനവും ഉണ്ട്. കൊല്ലം ഫാമിലി കോർട്ടിലാണ് ഞങ്ങൾ ഡിവോഴ്സ് ചെയ്യുന്നത്. ഡിവോഴ്സ് പേപ്പറിന് ഞാൻ അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ചേട്ടത്തിയുടെ അഡ്വക്കേറ്റ് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഡിവോഴ്സ് വാങ്ങി തന്നത്. ചേച്ചി പിന്നെ ഈ ക്ലർക്കായിട്ട് വർക്ക് ചെയ്യുവാണ്, അഡ്വക്കേറ്റിന്റെ. അപ്പം ചേച്ചിയാണ്, അതായത് സുധിയുടെ ചേട്ടത്തി, എന്റെ ചേച്ചിയല്ല, സുധിയുടെ ചേട്ടന്റെ വൈഫാണ് ഈ കാര്യങ്ങളെല്ലാം നിന്ന് ചെയ്തു തന്നത്. പിന്നെ ഇതിനകത്ത് മരിച്ചു പോയിട്ടുള്ളത് സുധിയുടെ അച്ഛനും സുധിയും ഈ സുധിയുടെ ഫസ്റ്റ് വൈഫും മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ജീവിച്ചിരിക്കുന്നവരുണ്ട്, ജീവിച്ച് ആൾക്കാർ ഇരിപ്പുണ്ട്, ബാക്കിയുള്ളവരുണ്ട്, കല്യാണം കൂടിയവരുണ്ട്, കല്യാണം വന്ന് ആലോചിച്ചവരുണ്ട്. അവരാരും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? ഓക്കെ, ഇവിടെ ഇവര് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനും നിരത്തി തെളിവ് കയ്യിലുണ്ട്. കല്യാണം കൂടിയവരുണ്ട്, ഇവരൊക്കെ ഉണ്ട്, ചപ്പ് ചവർ എല്ലാവരും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എല്ലാവരും ഉണ്ടാവട്ടെ. പക്ഷെ ഇവിടെ എന്തിനാണ് ഇപ്പൊ ഇവർ രംഗത്ത് വന്നതെന്നുള്ള ഒരു ചോദ്യം ചിലർക്കെങ്കിലും കാണും. ഞാൻ അതിനുള്ള ഉത്തരം വ്യക്തമായിട്ട് പറഞ്ഞുതരാം. രേണു സുധി ഇവരെ പറ്റിയിട്ട് ചില സർക്കിളുകളിൽ അപവാദം പറഞ്ഞ് നടക്കുന്നു എന്നാണ് ഇവര് പറയുന്നത്. ഇങ്ങനെ ആണ്, അങ്ങനെയാണ്, ഇവര് ലിവിങ് ടുഗദർ ആയിരുന്നു, അല്ലാതെ കല്യാണം കഴിച്ചിട്ടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നു. അവരറിയാന്നുള്ള ആൾക്കാരെടുത്ത് പറഞ്ഞ് നടക്കുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവർ ആരോപിക്കുന്നത്. ആ സ്ഥിതിക്ക് ഇവരെ ആളുകളെ അടുത്ത് ക്ലിയർ ചെയ്താൽ പോരായിരുന്നു അല്ലേ? നിങ്ങൾ ആ ചോദ്യത്തിന് ഉത്തരം എന്താ? അവിടെ ആൾക്കാരെടുത്ത് തന്നെ പറഞ്ഞ്, ഇവരെടുത്ത് ചോദിക്കുന്ന ആൾക്കാരെടുത്ത് പറഞ്ഞ് ക്ലിയർ ചെയ്താൽ പോരെ. എന്തിനിങ്ങനെ രംഗത്ത് വന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഇനി നാളൊരു ദിവസം ഉറപ്പായിട്ട് ചിലപ്പോൾ നിങ്ങളുടെ ഐഡന്റിറ്റിയും കാര്യങ്ങളും എക്സ്പോസ് ആകും. കാരണം ഇത് വലിയൊരു വിവാദത്തിലോട്ട് പൊക്കോണ്ടിരിക്കണം. അങ്ങനെ വരുന്ന സ്ഥിതിക്ക് എവിടെന്നെങ്കിലും ആരെങ്കിലും കുത്തിപ്പൊക്കി നിങ്ങളുടെ ഐഡന്റിറ്റിയും പുറത്താവാനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ്.
അതുകൊണ്ട് ഇതൊക്കെ നോക്കിയും കണ്ടുമൊക്കെ ചെയ്തില്ലെങ്കിൽ പിന്നെ വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മുടെ സിനിമ തുടങ്ങുന്ന സമയത്ത് സിഗരറ്റിന് വലിക്കരുത്, വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞ് എഴുതി കാണിക്കത്തില്ലേ, അതുപോലെ അതിനേക്കാളും വില കൊടുക്കേണ്ടി വരും കേട്ടോ. ഞാൻ കാര്യം പറയട്ടെ. ഇനി നിങ്ങൾ കേൾക്കാനായിട്ട് ഒരു 2-3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഞാൻ കമന്റിൽ കണ്ടൊരു കാര്യമാണ്, ഇത് ബിഗ് ബോസിന്റെ എന്തോ ഡ്രാമയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇട്ടു. എനിക്കും ബിഗ് ബോസും ആയിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ എനിക്ക് പേഴ്സണലിലും ഒഫീഷ്യലിലും എനിക്ക് രേണുവായിട്ട് ഒരു ശത്രുതയില്ല. എന്റെ ശത്രുവല്ല, അവൾ മിത്രമല്ല. കാരണം നമ്മൾ അന്ന് ഇങ്ങനെ ഒരു ചാറ്റ് കണ്ടു. ആ ചാറ്റ് കണ്ടപ്പം നമ്മൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിട്ടു. പിന്നെ എന്റെ ലൈഫിലോട്ട് സുധിച്ചേട്ടൻ വന്നിട്ടില്ല, സുധിച്ചേട്ടന്റെ ലൈഫിലോട്ട് ഞാൻ പോയിട്ടില്ല. എന്നെ ഒരിടത്ത് പോലും സുധിച്ചേട്ടൻ നാണം കെടുത്തിട്ടില്ല. അപ്പൊ സുധി മരിക്കുന്നതിന് മുമ്പ് എന്തുകൊണ്ട് വന്ന് പറഞ്ഞില്ല എന്ന് കുറച്ച് പേര് ചോദിച്ചതിനുള്ള ആൻസർ ആണ്. എന്നെ ബുദ്ധിമുട്ടിക്കാത്ത ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ എന്തിനാണ് പുള്ളിനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇല്ല, അത് മാത്രമല്ല, ഈ നിങ്ങളുടെ കഴിഞ്ഞ വീഡിയോക്കകത്ത് പുള്ളിയെ പറ്റിയിട്ട് ഒരുപാട് രീതിയിൽ മോശമായിട്ടുള്ള രീതിയിലോട്ട് പോകുന്നുണ്ട്. അത് പേഴ്സണൽ കാര്യങ്ങൾ അങ്ങനെ ചെയ്യരുത്. അതെനിക്ക് ഭയങ്കര അത് തെറ്റായിട്ട് തോന്നി. കാര്യം മരിച്ച ഒരാളെ പറ്റിയിട്ട് നമ്മൾ ഒരിക്കലും തെറ്റായിട്ട് തോന്നിയിട്ടില്ല. എന്താണെന്നറിയോ, ഞാൻ ജീവിച്ചിരിക്കും. അപ്പൊ ഞാൻ നിങ്ങൾ ഈ വിളിക്കുന്ന ആർക്കൊക്കെ ഫാമിലി ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈ നിങ്ങൾക്ക് ആർക്കൊക്കെ ഫാമിലി ഉണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ അത്ര വലിയ ഉദാര മനസ്കരൊന്നുമല്ല. എന്റെ ഭർത്താവിനെ രാവിലെ നല്ല ഹാപ്പി ആയിട്ട് നിന്ന് എന്റെ ഭർത്താവിന്റെ അടുത്ത് തലേ ദിവസം രാത്രിയിൽ പുള്ളി ഷൂട്ട് കഴിഞ്ഞ് വെളുപ്പിൽ 5 മണിക്ക് ഷൂട്ടാണോ പ്രോഗ്രാം ആണോ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. എന്തോ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് പുള്ളി വെളുപ്പിലാണ് വരുന്നത്. ഷൂട്ടാണോ പ്രോഗ്രാം ആണോ ഞാൻ ഓർക്കുന്നില്ല. അത്ര എനിക്ക് നല്ല ഓർമ്മയില്ല. പുള്ളി വന്നിട്ട് പിറ്റേന്ന് വെളുപ്പിലെ വന്ന് എന്റെ വീട്ടിൽ കിടന്ന്, അത് എന്റെ വീട്ടിലാണ് സൂചന നിന്നുകൊണ്ടിരുന്നത്, എന്റെ വീട്ടിൽ കിടന്ന് ഉറങ്ങി രാവിലെ അത്രയും സ്നേഹമായിട്ട് ഒരു ഹസ്ബൻഡിന് ഉമ്മയൊക്കെ കൊടുത്ത് നമ്മൾ പോവാണ്. പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഈ ചാറ്റ് കാണുമ്പോൾ ഞാൻ വലിയ ഉദാര മനസ്സിലൊന്നുമല്ല. എന്റെ ഹസ്ബൻഡ് എന്ത് കാണിച്ചാലും ഞാൻ എന്റെ കൂട്ടത്തിൽ ചേർത്ത് നിർത്തിക്കോളാം. ഞാൻ ആർക്ക് വാക്കും കൊടുത്തിട്ടില്ല. ഒരാൾ മരിച്ചു എന്ന് വെച്ചിട്ട് ഒരിക്കലും അയാൾ നന്മമരമായി മാറത്തില്ല. പക്ഷേ വീണ്ടും പിന്നെ നമ്മുടെ ആ ഒരു മാന്യത വെച്ചിട്ട് മരിച്ചുപോയ ഒരാളെ പറ്റിയിട്ട് വലിച്ചു കീറാതിരിക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. വീണ്ടും വീണ്ടും അയാളെ വലിച്ചു കീറി ഒട്ടിച്ചിട്ട് എന്ത് കിട്ടാൻ? അയാൾ പോയില്ലേ, ഇനി അയാളെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ട് എന്ത്, കുറ്റം പറഞ്ഞിട്ട് എന്ത്, ഒന്നും കാര്യമില്ല. പക്ഷെ ഇവിടെ ഈ സുധിച്ചേട്ടന്റെ എക്സ് വൈഫായിട്ടുള്ള വീണ സുധി വന്നിട്ട് പറയുന്നു, സുധിച്ചേട്ടനെ വളരെ മോശമായ രീതിയിൽ, പ്രത്യേകിച്ച് ഇവരെ വച്ചും കൊണ്ട് രേണുവിനെ അടികൂടി റൂട്ട് വലിച്ച കഥകൾ ഉൾപ്പെടെ ഇവർ പറയുന്നുണ്ട്. ഓക്കെ, ഇവരുടെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, ഇവരുടെ ആ ഒരു മാനസിക അവസ്ഥയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവർ പറയുന്നത്. പക്ഷെ എന്തിനാണ് ഇപ്പൊ ഇതെല്ലാം കൂടി ഒന്ന് പറഞ്ഞതെന്നാണ് ഞാനിരുന്ന് മൊത്തത്തിലൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആലോചിക്കുന്നത്. എനിക്കൊന്നും പിടികിട്ടുന്നില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ നല്ല പോലെ പിടികിട്ടും, അല്ലെങ്കിൽ ഞാൻ പിടിച്ചെടുക്കും ഇതല്ല. അതെ, അന്ന് ഏവിയം കോഴ്സോ അങ്ങനെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിന്നാണ് എനിക്ക് ഇവളാണെന്ന് മനസ്സിലായത്. അന്ന് ആ ചാറ്റിൽ പറയുന്നുണ്ട് ഏവിയേഷൻ ഏവിയേഷൻ കോഴ്സിൽ എന്തോ പഠിക്കുവാനോ പിന്നീടാണ് എനിക്ക് മനസ്സിലായോ. ഈ അന്ന് അവരുടെ അക്കൗണ്ടിന്റെ പേര് ഫേസ്ബുക്കിൽ അക്കൗണ്ടിൽ ദേവിക അങ്ങനെ പേരായിരുന്നു ഫേസ്ബുക്കിൽ കിടന്നിരുന്നത്, ആ അക്കൗണ്ടിൽ കിടന്നിരുന്നത്. പിന്നെ ആ ഫേസ്ബുക്കിലെ ചാറ്റാണ് പിന്നെ ഈ വാട്സപ്പിലേക്ക് വന്നത്. ചാറ്റ് കണ്ടു, ഇഷ്ടംപോലെ ചാറ്റ് കണ്ടു. ഒരു ചാറ്റ് മാത്രമല്ല, അല്ലല്ല, ഒരു ദിവസം കൊണ്ടുള്ള റിലേഷൻ അല്ല. അത് കഴിഞ്ഞിട്ട് ഞാനുമായിട്ട് പിണങ്ങി നിൽക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ഡിവോഴ്സിന് ഇപ്പം ചേച്ചി എന്നോട് ചോദിച്ചു, ചേച്ചി എന്നോട് ഒരു വട്ടം ചോദിച്ചോളൂ കേട്ടോ, ചേട്ടത്തി വീണ ലൈഫാണ്, വീണയുടെ തീരുമാനം എന്താണ് എന്ന് എന്നോട് ഒറ്റ വട്ടം ഞാൻ പറഞ്ഞു. സുധീര ചേട്ടത്തി, വീണ ലൈഫാണ്. രേണുവിന്റെ ചേച്ചിയല്ല, സുധീര ചേച്ചി, സുധീര ചേട്ടത്തി, ചേട്ടന്റെ വൈഫ് എന്നോട് ചോദിച്ചു, വീണ അവരെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല കേട്ടോ, അവരെ ഒരു ഫാമിലി ഒന്നും എനിക്ക് ഇപ്പം വരെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. അപ്പോഴേ വീണ ലൈഫാണ്, അപ്പൊ അതുകൊണ്ട് വീണയുടെ തീരുമാനം എന്താണ്, വീണയാണ് ജീവിക്കാനുള്ളത്. ഇങ്ങനെ മാത്രമാണ് എന്നോട് ചേച്ചി ചോദിച്ചത്, അതായത് ചേട്ടത്തി ചോദിച്ചത്. അപ്പൊ ഞാൻ ചേച്ചി പറഞ്ഞു, ചേച്ചി അത് ഒപ്പിടുന്നതിന് മുന്നെയാണ് ചേച്ചി എന്നോട് ചോദിക്കുന്നത്, കോടതിയുടെ മുന്നേ വെച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് ഈ രേണുവിന് രേണു അറിയാൻ പാടില്ല നിങ്ങൾ തമ്മിൽ ഈ പറയുന്ന പിന്നെ ലീഗലായിട്ട് മാരേജ് ചെയ്തതായിട്ട് പിന്നെ രേണു ഞാനും കൂടി ഈ ഡിവോഴ്സ് ആയതിനു ശേഷം ഞാനും കൂടി വാട്സപ്പിൽ സംസാരിച്ചതാണ്, ഫോണിൽ കൂടെ. അതായത് പിന്നെ തീർച്ചയായിട്ടും വാട്സപ്പിലല്ല, സോറി ഫേസ്ബുക്കിൽ ഞാൻ രേണു കൂടി കോൾ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഞാൻ ഓക്കെ, രേണുവിന് ഇതെല്ലാം അറിയാമായിരുന്നു, ഇവരുമായിട്ട് കല്യാണം കഴിഞ്ഞതും ഡിവോഴ്സ് ആയതും എല്ലാം രേണുവിന് അറിയാമായിരുന്നു. പിന്നെ എന്തുകൊണ്ട് രേണു ഇങ്ങനെ ഒരു പറച്ചിൽ പറഞ്ഞു? അങ്ങനെ ഒരു ഭാര്യയില്ല, ആദ്യത്തെ ഒരു ഭാര്യ ഉണ്ട്, അവർ സ്വയം ജീവൻ ഒടുക്കി എന്നുള്ളൊരു കേസാണ് രേണു പറയുന്നത്. മറിച്ച് ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ കുറിച്ചിട്ട് പറയുന്നില്ല. അത് എന്റെ ഒരു ഡൗട്ടാണ്. ഒരു പക്ഷേ ഇവരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷുറൻസിന്റെ ഷെയർ പോകുമോ എന്നുള്ളൊരു ഭയം, അതാവാം, മേ ബി, അറിയത്തില്ല, നമുക്ക് ഉറപ്പൊന്നുമില്ല. നമ്മുടെ ഒരു ഊഹാഭോഗം പറഞ്ഞ പല ഊഹാഭോഗങ്ങളും കറക്റ്റ് ആവാറാണ് എന്റെ ഒരു ഹിസ്റ്ററിയിൽ പതിവ്. ഇതിനെക്കുറിച്ച് ഞാൻ ഫസ്റ്റ് ടൈം ഞങ്ങൾ ഭയങ്കര ശത്രുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ട് മെസ്സേജ് ഒക്കെ അയച്ചു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ നെക്സ്റ്റ് മാരേജിലേക്ക് പോയി, അവരും നല്ല സന്തോഷമായിട്ട് അവരും പോയി. അത് കഴിഞ്ഞതിന് ശേഷം ഒരു പ്രാവശ്യം ഞാൻ രേണുവിന്റെ ഫേസ്ബുക്ക് എടുത്ത് ഫേസ്ബുക്കിൽ നിന്ന്, ഇത് ഇപ്പോഴല്ല, സുചേട്ടൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ രേണുമായിട്ട് കോൺടാക്ട് ചെയ്തു, ഫേസ്ബുക്ക് വഴി കോൺടാക്ട് ചെയ്യാൻ കാരണം അനീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ചേട്ടൻ, പക്ഷേ ഈ അനീഷേട്ടൻ കള്ളം പറഞ്ഞതായിരുന്നു. പിന്നീട് ഞാൻ അറിയാനിടയായി, എന്നെ കോൾ ചെയ്യുമെന്ന് ഫ്ലവേഴ്സിലോ എന്തോ ഷൂട്ടിനോ എറണാകുളത്ത് എവിടെ വെച്ചിട്ട് ഈ അനീഷേട്ടനോട് പറഞ്ഞു, ഇതിനക്ക് സുചേട്ടാ ഞാൻ ഇന്നാളുമായിട്ട് എന്നെ കോൾ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ സുധിച്ചേട്ടൻ പറഞ്ഞു, ഇന്ന് നിനക്ക് നല്ലതല്ല കേട്ടോ, നീ അവളെ വിളിക്കാൻ നല്ലതല്ല, ഇനി മേലിൽ വിളിച്ചു പോകരുതെന്നോ കുറച്ച് ബാഡായിട്ട് സംസാരിച്ചു എന്ന് പറഞ്ഞു സുചേട്ടൻ എന്നെ കുറിച്ച്. സുധിച്ചേട്ടൻ ജീവിച്ചിരിക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ സുധിച്ചേട്ടനെ വിളിച്ചില്ല, സുധിച്ചേട്ടന്റെ നമ്പർ എന്റെ കയ്യിലുണ്ട്, ഞാൻ പുള്ളിനെ വിളിച്ചില്ല. ഞാൻ വിളിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനെ ഫേസ്ബുക്കിലേക്കാണ് ഞാൻ കോൾ ചെയ്യുന്നത്.
രേണുവിന്റെ നമ്പർ എനിക്ക് അറിയാത്തത് കൊണ്ട് ഞാൻ നേരെ രേണുവിനെയാണ് വിളിക്കുന്നത്. കാരണം പുള്ളിയുടെ ഇപ്പൊ നിലവിലുള്ള ഭാര്യ അവളാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പുള്ളിക്കാരത്തെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, രേണു ഞാൻ വീണയാണ്. അപ്പൊ ഫേസ്ബുക്കിൽ നിന്നാണ് കോൾ വിളിക്കുന്നത്, ഞാൻ വീണയാണ്. പിന്നെ രേണു ഇങ്ങനെ സുധിച്ചേട്ടൻ മോശമായിട്ട് പറയുന്നു പറഞ്ഞാൽ നീ ഒന്ന് നിർത്തിയേക്കണം കേട്ടോ. പിന്നെ അതൊന്നും ശരിയല്ല, ഞാൻ സുധിച്ചേട്ടന് മാത്രം ഫ്രണ്ട്സ് അല്ല മിമിക്രി ഫീൽഡിലുള്ളത്, എന്റെയും കൂടി ഫ്രണ്ട്സ് ആണ്. അപ്പൊ അവർ എന്നോട് കോൾ ചെയ്യോ അല്ലെങ്കിൽ അവരെനിക്ക് മെസ്സേജ് അയക്കോ അല്ലെങ്കിൽ അവരെ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കുകയോ ചെയ്യുന്നത് സുധിച്ചേട്ടൻ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ഈ രേണുവിനെ വിളിച്ച് പറഞ്ഞു. അതായത് എന്റെ ഫേസ്ബുക്കിൽ നിന്ന് രേണുവിന്റെ ഫേസ്ബുക്കിലേക്ക് ഞാൻ ആദ്യമായിട്ട് കോൾ ചെയ്യുന്നത് ഈ കാര്യം പറയാനാണ്. ഓക്കെ, ഇതെന്തായാലും ആകെ ഒരു കഞ്ഞി കേസാണ്. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുന്നുണ്ടല്ലോ. എനിക്കിതിനെ ഇനി എക്സ്പ്ലെയിൻ ചെയ്തൊന്നും പറയാൻ വയ്യ. വേറെ ഒന്നുമില്ല, ചീത്ത കേസായിട്ടാണ് എനിക്ക് മൊത്തത്തിൽ കാൽക്കുലേഷൻ തോന്നുന്നത്. ഇവര് രണ്ടാമത്തെ ഭാര്യ, മൂന്നാമത്തെ ഭാര്യ, ഇനി നാലാമത്തെ ഭാര്യ വരുമോ? ഒരു പിടിയും കിട്ടണില്ല. എന്തൊക്കെയോ നടക്കുന്നത്. ചരിത്രം തന്നെടേ. ഇങ്ങനെയൊക്കെ ഒരു ചരിത്രം കേൾക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇതൊക്കെ എന്തുവാ കേൾക്കുന്നതെന്ന് പോലും അറിയത്തില്ല. പിന്നെ ഞാൻ വേറൊരു കേസ് പറയാം. ഇവിടെ ആരും പെർഫെക്റ്റ് ഇല്ല, ആരും പെർഫെക്റ്റ് ഇല്ല, ആരും. അത്രയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള മെയിനായിട്ടുള്ള ഒരു കാര്യം. എല്ലാം കണക്ക് ഒന്നിനൊന്നിനും മെച്ചമാണ്, ഒന്നിനും മെച്ചം തന്നെ. തെളിവ് വരാനായിട്ട് കൊല്ലത്താണ് എന്റെ വീട്. ആർക്ക് തെളിവ് വേണമെങ്കിലും ഞാൻ കല്യാണം കഴിച്ച സ്ഥലവും ഞാൻ ഡിവോഴ്സ് ആയ സ്ഥലവും കൊണ്ടത് കാണിച്ചു കൊടുക്കാം. വരാൻ പറ. അല്ല, എന്തെങ്കിലും ലീഗൽ ഡോക്യുമെന്റ് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ലീഗലി തന്നെ കാണിച്ചു കൊടുക്കാം. അല്ല, നമുക്ക് ബ്ലർ ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ പറയുന്ന പോലെ മാരേജ് സർട്ടിഫിക്കറ്റോ. ആർക്കാണ് തെളിവ് വേണ്ടത്? ജസ്റ്റ് മിനിറ്റ്. ആർക്കാണ് തെളിവ് വേണ്ടത്? നിങ്ങളുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് എന്റെ ഈ പേഴ്സണൽ നമ്പർ അവർക്ക് കൊടുക്കുക. മനസ്സിലായോ? ഈ പേഴ്സണൽ നമ്പർ ആർക്ക് തെളിവ് വേണമെങ്കിലും ഞാൻ തെളിവ് കൊടുക്കാൻ തയ്യാറാണ്. അതെനിക്ക് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എനിക്ക് മാധ്യമങ്ങളിലുള്ള ഈ തുക്കടാക്കിയ ആൾക്കാർക്ക് എനിക്ക് തെളിവ് കൊടുക്കേണ്ട ആവശ്യമില്ല. മാധ്യമങ്ങളിലുള്ള തുക്കട ആൾക്കാർക്കല്ല, ജനങ്ങളാണ് ഇത് കാണുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. കാര്യം ജനങ്ങളല്ലേ നേരിട്ട് വരാൻ പറയൂ. ഒരുപാട് പേര് കാണുന്നില്ല. എല്ലാവർക്കും ഇത് വന്ന് പ്രൂവ് ചെയ്യേണ്ട ആവശ്യം വരുമോ? ഇത് ഒരുപാട് ആൾക്കാർ ഈ ജനങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ സംഭവിച്ചത്. കാര്യം പുള്ളിക്കാരി ഇത് പറഞ്ഞതിന് ശേഷം രേണു ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാരേജ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ എടുത്ത് കാണിച്ച് പുള്ളിക്കാരത്തിയുടെ ഒരു ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളൊക്കെ കഴിക്കുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് എങ്ങനെയാണെന്നറിയോ? ഈ വരന്റെയും വധുവിന്റെ 2 ഫോട്ടോ പിടിപ്പിച്ചിട്ട് അതിന്റെ അടിയിൽ ഒരു സീലും ചെയ്തിട്ട് അതിന്റെ അടിയിലാണ് ഒപ്പിടുന്നത്. ഞങ്ങളൊക്കെ കയ്യിലിരിക്കുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് ആണ്. ഞാൻ അതിനെ കുറിച്ച് വരുന്നില്ല. എനിക്ക് അവരെ കളിയാക്കാനോ കരണ്ടാക്കാനോ പുള്ളിക്കാരത്തി ആ ചെയ്തത് നല്ലൊരു പ്രോപ്പർ വേയിലാണ്. മനസ്സിലായ? അതായത് ആദ്യം മാരേജ് സർട്ടിഫിക്കറ്റ് കാണിക്കുന്നു, ഞാനാണ് എന്റെ എല്ലാ തെളിവും ഉണ്ടെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഞാൻ ഇപ്പോഴും പറയുന്നില്ല സുധിയുടെ ലീഗലിയുള്ള ഭാര്യ അവളാണെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ ഒരു ചാനലിലും പറഞ്ഞിട്ടില്ല. സുധിയുടെ ലീഗലി ഇപ്പോൾ ഭാര്യയും സുധിയുടെ ഒരു മോനെ പ്രസവിച്ചവളുമാണ് അവൾ. അത് ഞാൻ നിഷേധിക്കുന്നില്ല. മനസ്സിലായോ? മരിക്കുന്ന സമയത്ത് സുധിയുടെ ഭാര്യ എന്ന ലേബലുള്ളത് അവൾക്ക് തന്നെയാണ്. അത് ഞാൻ നിഷേധിക്കുന്നില്ല. ഞാനത് എവിടെയും നിഷേധിക്കുന്നില്ല. ആവശ്യം അത്രേ ഉള്ളൂ. പിന്നെ ഒന്ന്, രണ്ടാമത്തെ, എനിക്ക് മെന്റലി പ്രോബ്ലം ഒന്നുള്ള ഒരാളല്ല. സുധിയുടെ വൈഫ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് നിലവിലുള്ള ഒരു ഭർത്താവും കുഞ്ഞുള്ളപ്പം സുധിയുടെ വൈഫ് എന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് എനിക്ക് ഇടിച്ചു കയറി വരേണ്ട കാര്യമില്ല. സുധിയുടെ ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ ഒരു ഡയലോഗ് ആരും അടിച്ചു ഒരു കമന്റിലുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറഞ്ഞു? സുധിയുടെ പേരിൽ ഞാൻ LIC എടുത്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? അത് ഞാൻ റിജക്ട് ചെയ്ത് കളഞ്ഞതാണ്. സുധിയുടെ പേരിൽ എനിക്കൊരു LIC ഉണ്ടായിരുന്നു, മയ്യനാടുള്ള ഒരു ചേച്ചിയുടെ കയ്യിൽ. പക്ഷേ എനിക്ക് വേണമെങ്കിൽ സുധി ലീഗലായിട്ട് ഉള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ്. അത് ഞാൻ റിജക്ട് ചെയ്ത് കളഞ്ഞതാണ്. എനിക്ക് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട്. പിന്നെ എനിക്ക് നിലവിൽ ഒരു ഹസ്ബൻഡും ഞാൻ എന്റെ ലൈഫ് നന്നായിട്ടും എന്റെ ആർട്ടിസ്റ്റ് ലെവലിലാണെങ്കിലും അല്ലെങ്കിൽ എന്റെ ഫാമിലിയിലാണെങ്കിലും നന്നായിട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തി പെട്ടെന്ന് ഇടിച്ചു കയറിയിട്ട് ഞാൻ സുധിയുടെ രണ്ടാമത്തെ ഭാര്യയായിരുന്നു പറയാൻ എനിക്ക് മെന്റലി ഡിപ്രഷൻ അടിച്ച് നടക്കുന്ന ഒരാളൊന്നും അല്ല. പിന്നെ ചേച്ചി ഇതിലൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു, തുക്കട മാധ്യമങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമില്ലെന്ന്. ഈ തുക്കട മാധ്യമങ്ങൾ വിചാരിച്ചാൽ ഇവിടെ ചില കാര്യങ്ങളൊക്കെ നടക്കും. അത് ഈ തുക്കട ചേച്ചി ഒന്ന് മനസ്സിലാക്കിയിരുന്ന കൊള്ളാം. പിന്നെ വേറൊരു കേസ്, ചേച്ചിയുടെ കയ്യിൽ എല്ലാ തെളിവുണ്ട്. രേണു സത്യം പറഞ്ഞ അവരുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട് കാണിച്ച്, ഞാൻ ആണ് ഭാര്യ, വേറെ ആരും ഇല്ലടെ, ആദ്യത്തെ പോയടെ എന്ന്. ഇനി ചേച്ചിയിലുള്ള ചേച്ചിക്ക് കാണിക്കാൻ പറ്റൂലെങ്കിൽ എന്തിനു വെറുതെ വന്നിരുന്ന ഇങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ ഇരുന്ന് പറയുന്നു എന്നുള്ളൊരു ചോദ്യം കൂടി ഞാൻ അങ്ങോട്ട് ചോദിക്കും. ഇതെല്ലാം പറയുകയും ചെയ്യും, ഞാൻ ഒന്നും കാണിക്കുകയില്ല. ഇനി കാണണമെന്നുള്ളവരെല്ലാവരും കൂടി അങ്ങോട്ട് വരാം. പിന്നെ എല്ലാവർക്കും ഇതല്ലേ ഇപ്പൊ പണി. രേണുവിന്റെ ജീവിതവും ചരിത്രവും എടുത്തു വെച്ചിട്ട് ചേച്ചിയുടെ മാരേജ് സർട്ടിഫിക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് അങ്ങും ഇങ്ങും പല ജില്ലകളിലും മറ്റേ ഗൾഫിലൊക്കെ ഇരിക്കണവർ നേരെ വരും വണ്ടി എടുത്തോണ്ട് കൊല്ലത്തോട്ട് സർട്ടിഫിക്കറ്റ് കാണാൻ. എന്റെ പൊന്നു ചേച്ചി കുറച്ച് ബോധത്തോടെ സംസാരിക്കും. ഞാൻ ഉള്ള കാര്യം പറയാം. ഓക്കെ, എല്ലാം ഓക്കെയാണ്. പക്ഷെ സംസാരിക്കുന്ന കാര്യങ്ങളിൽ കഴമ്പ് വേണം, വേറെ ഒന്നുമില്ല. ഇങ്ങനെ വന്നിരുന്നങ്ങ് പറയണം സർട്ടിഫിക്കറ്റ് കാണണമെങ്കിൽ എല്ലാവരും കൂടി ഇങ്ങോട്ട് വരാം. പിന്നെ ആളുകൾക്ക് ഇതല്ലേ ഇപ്പൊ പണി. ഒന്ന് പോയേച്ചി, ഇത്രയും വലിയ വിഷയമായി, ആൾക്കാരെല്ലാവരും കാണുന്നു, ന്യൂസ് എന്താണെന്ന് നോക്കുന്നു, അപ്ഡേഷൻസ് നോക്കുന്നു. അപ്പൊ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ കാണിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പേര് മറയ്ക്കാം, അഡ്രസ്സ് മറയ്ക്കാം, കാര്യങ്ങൾ മറയ്ക്കാം. ആ ഒരു സാധനം ഉണ്ടെന്നെങ്കിലും പറഞ്ഞ് ഇങ്ങനെ പൊക്കി പിടിച്ച് കാണിക്കാൻ പറ്റും. അതെങ്കിലും ചെയ്യുക അറ്റ്ലീസ്റ്റ്. അല്ലാണ്ട് വന്നിരുന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നോട് ചേട്ടത്തി പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്, നിങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നമില്ല, സുധി മരിച്ചു, അതുകൊണ്ട് എല്ലാവരും സുധിയെ വെച്ച് ആഘോഷിക്കുന്നു. പിന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അനിയൻ പോയി, അമ്മയ്ക്ക് അമ്മയുടെ മകൻ പോയി, കിച്ചുവിന്റെ അച്ഛൻ പോയി. ഇത്രയാണ് എന്നോട് ചേട്ടത്തി പറഞ്ഞ ഡയലോഗ്. ഞാൻ പറഞ്ഞു, ചേച്ചി ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ അവരെ വിളിച്ച് സംസാരിക്കണം, നിങ്ങളുമായിട്ട് കോൺടാക്ട് ഉണ്ടെങ്കിൽ സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്റെ പ്രശ്നം ഞാൻ അവരെ വീടുമായിട്ട് ചർച്ച ചെയ്തു. അല്ല, ചർച്ച ചെയ്യാൻ എടുത്തൊരു തീരുമാനമല്ല ഞാൻ. ഓക്കെ, ഇത്രയൊക്കെ ഉള്ളൂ. ഇതിൽ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ ചാനലിൽ തന്നെ ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ചോർത്തി എടുത്ത് വെച്ച് എന്റെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക. പക്ഷെ തെളിവ് സഹിതം പറയാൻ സാധനങ്ങൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാണ്ട് വന്നിരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കണമെന്നില്ല. ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് എന്ന് ചിലവർ പറയും, മറ്റു ചിലവർ ഇൻഷുറൻസ് എന്ന് പറയും, പലതും പറയും. മറ്റു തെളിവ് സഹിതം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ഒന്നും പറയത്തില്ല.
അതിനുള്ളൊരു സാമാന്യ ബോധം കാണിക്കുക. പിന്നെ ഈ വിഷയം മുന്നോട്ട് പോട്ടെ, എന്താണെന്ന് നോക്കാം വരും ദിവസങ്ങളിൽ. ഓരോരുത്തരൊക്കെ ആയിട്ട് പലരും പലയിടത്തുനിന്നൊക്കെ വരുന്നുണ്ട്. ഇനി 4ാമത്തെ 5ാമത്തെയും ഭാര്യമാര് വരുമോ എന്തോ ദൈവത്തിനറിയാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് പുതിയൊരു വീഡിയോ കാണാം. ബൈ.